ഞാൻ ഡോക്ടർ തോമസ് മാത്യു. ഞാൻ കേരളത്തിലെ ആദ്യത്തെ വൃക്കരോഗ വിദഗ്ധനാണ്. ആദ്യമായി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും ഒരു വിദഗ്ധ രീതിയിൽ ഡയാലിസിസ് സെറ്റപ്പൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചത് ഏകദേശം 50 വർഷം മുമ്പാണ്. നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്നു. അവിടുന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കോഴിക്കോട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും മാർച്ച് മാസം 13-ാം തീയതി ലോക വൃക്ക ദിനമായി ആഘോഷിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആഘോഷിക്കാൻ അതിനെപ്പറ്റി ചിന്തിക്കാൻ കാരണമെന്ന് വെച്ചാൽ, ലോകത്തിലുള്ള ജനങ്ങൾക്കെല്ലാം വൃക്ക രോഗങ്ങൾ കൂടിക്കൂടി വരുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇപ്പോഴറിയുന്ന കണക്കനുസരിച്ചിട്ട് ഏകദേശം 14% പ്രായപൂർത്തി ആളുകൾക്കും വൃക്ക രോഗമുണ്ടെന്നാണ് കണക്ക്. അത് ആ രോഗികൾ അറിയുന്നില്ല, അല്ലെ ജനങ്ങൾ അറിയുന്നില്ല. അവർക്ക് വൃക്ക രോഗം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ ഒരു മാർഗവുമില്ല. പ്രത്യക്ഷതയിൽ യാതൊരു സിംറ്റവും ഉണ്ടാകാത്ത ഒരസുഖമാണ് വൃക്കകൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, വൃക്കകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്കകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രക്തമൊക്കെ ശുദ്ധി ചെയ്യുന്ന ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് വൃക്ക. 2 വൃക്കകളുണ്ട് മിക്കവാറും എല്ലാവർക്കും. ആ വൃക്കകൾ നമ്മുടെ വയറിൻ്റെ ഉൾഭാഗത്ത് ആന്തരികമായി ഈ വളരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്താണ് വൃക്കകളുള്ളത്. ഈ 2 വൃക്കകളും 24 മണിക്കൂറും നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഗർഭശിശുവിൻ്റെ കിഡ്നിയും വർക്ക് ചെയ്യുന്നതാണ്, വൃക്കകളും വർക്ക് ചെയ്യും. ഒരു പ്രസവിച്ചൊരു കുഞ്ഞ് പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഉള്ളിൽ യൂറിൻ ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ വൃക്കകളുടെ പ്രവർത്തനം നാം അറിയുന്നതിന് മുമ്പ് തന്നെ ജീവിതകാലം മുഴുവൻ 24 മണിക്കൂറും റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്ന അവയവങ്ങളാണ് വൃക്കകൾ. അവർ ജോലി നമ്മുടെ ശരീരത്തിലെ രക്തം ശുദ്ധിയാക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം 50 പ്രാവശ്യമെങ്കിലും മിനിമം നമ്മുടെ രക്തം മുഴുവൻ ആ കിഡ്നികൾ ശുദ്ധമാക്കിയിട്ടാണ് അത് മൂത്രം വഴിയായിട്ട് ആ രക്തത്തിലുള്ള അശുദ്ധികളൊക്കെ മൂത്രം വഴിയായി പോവുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ആവശ്യമില്ലാത്ത വേസ്റ്റുകൾ, നമ്മൾ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന യൂറിയ, ക്രിയാറ്റിനിൻ, ധാതുക്കൾ, ലവണങ്ങൾ, ആസിഡുകൾ, ഇതൊക്കെ ശുദ്ധിയാക്കി ആവശ്യമില്ലാത്ത ജലാംശത്തെയൊക്കെ പുറത്ത് കളയുന്നതാണ് കിഡ്നിയുടെ ജോലി. കൂടാതെ നമ്മുടെ രക്തത്തിലെ ചുവന്ന അണുക്കൾ, രക്താണുക്കൾ ഉണ്ടാകാൻ കിഡ്നി ഉണ്ടായേ പറ്റൂ. കിഡ്നിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഹോർമോൺ, എറിത്രോപോയറ്റിൻ എന്നുള്ള ഹോർമോണാണ് ഈ രക്താണുക്കളെ ഉണ്ടാക്കാനുള്ള ഹോർമോൺ ശരീരത്തിൽ നൽകുന്നത്. കിഡ്നി പ്രവർത്തിച്ചില്ല, ആ രക്താണുക്കൾ തീരെ ഉണ്ടാവില്ല, ആളെല്ലാം വളർച്ച വന്ന് ബാധിക്കും. അതിന് പുറമെ നമ്മുടെ കാൽസ്യത്തിൻ്റെ മെറ്റബോളിസം, വൈറ്റമിൻ ഡിയുടെ മെറ്റബോളിസം, എല്ലുകളുടെ ആന്തരിക ശക്തി, എല്ലുകളുടെ ബലം, ഇതൊക്കെ കിഡ്നി കൊണ്ടാണ് നടത്തുന്നത് ശരീരത്തിൽ. അങ്ങനെ കിഡ്നി ശരീരത്തിന് വളരെ ആവശ്യമായ, അത്യന്താപേക്ഷിതമായ അവയവങ്ങളാണ്. അവയവങ്ങൾ കേടുപറ്റിയാലോ ശരീരത്തിൽ മറ്റ് അവയവങ്ങളെല്ലാം കേടാവും എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അതുമാത്രമല്ല, കേടുവന്നാൽ അത് അറിയപ്പെടാതെ പോയാൽ, രോഗം മൂർച്ഛിച്ചാൽ മാറ്റാൻ പറ്റില്ല. കിഡ്നിയുടെ കേട് ഒരു പക്ഷേ നമുക്ക് മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിലായി പോകും. അതേസമയം ഈ രോഗം ഉണ്ടോ എന്ന് ആദ്യം അറിഞ്ഞാൽ ഒരു പക്ഷേ ചികിത്സിച്ച് സുഖമാകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, കിഡ്നി രോഗം എങ്ങനെയാണ് വരിക? കിഡ്നി രോഗം വരാൻ വളരെ കാരണങ്ങളുണ്ട്. ചിലർക്ക് ജന്മനാല കിഡ്നി രോഗം ഉണ്ടാകാം, ചിലർക്ക് കുടുംബപരമായിട്ടുണ്ടാകാം, ചിലർക്ക് ചില മരുന്ന് കഴിക്കുന്നുണ്ടാകാം, ചിലർക്ക് ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകാം, സ്റ്റോൺ കൊണ്ടുണ്ടാക്കാം. അങ്ങനെ പല കാരണങ്ങളാണ് ഉണ്ടാകുന്നത്. അതിലേറ്റവും പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലി മാറ്റം കൊണ്ടാണ്. ആവശ്യമില്ലാതെ ഭക്ഷണം കഴിക്കുക, പുകവലിക്കുക, ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുക, ആൽക്കഹോൾ ഉപയോഗിക്കുക, അമിതമായിട്ടുള്ള മരുന്നുകൾ, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വേദന സംഹാര ഗുളികളൊക്കെ വാങ്ങിക്കഴിക്കുക, വെള്ളം ശരിക്കും കുടിക്കാതിരിക്കുക, അമിതമായ ഈ മീൻ, ഇറച്ചിയൊക്കെ അധികം കഴിക്കുക, കൊളസ്ട്രോൾ കൂടുക, യൂറിക് ആസിഡ് കൂടുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ കിഡ്നിക്ക് കേടുവരാനുണ്ട്. അതിന് പുറമെ ഏറ്റവും പ്രധാന കാരണം കിഡ്നിക്ക് രോഗം വരുന്നത് രക്തസമ്മർദ്ദം ഉള്ളവർക്കും പ്രമേഹ രോഗമുള്ളവർക്കാണ്. രക്തസമ്മർദ്ദം ശരിക്ക് കൺട്രോൾ ചെയ്യാതെ, ഷുഗർ ശരിക്ക് കൺട്രോൾ ചെയ്യാതിരുന്നാൽ വൃക്ക രോഗം വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 75% പ്രമേഹ രോഗികൾക്കും വൃക്കരോഗം ഉണ്ടാവും. അതുപോലെ 60-70% രക്തസമ്മർദ്ദമുള്ളവർക്കും വൃക്കരോഗം ഉണ്ടാവും എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ നാം എന്ത് ചെയ്യണം? നമ്മുടെ കിഡ്നികളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. കിഡ്നികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അങ്ങനെ സംരക്ഷിക്കുന്നതുകൊണ്ട് കിഡ്നിക്ക് ഫെയിലിയർ വരാതിരിക്കും. അപ്പോൾ പ്രമേഹമുള്ളവർ, രക്തസമ്മർദ്ദമുള്ളവർ അവരുടെ പ്രമേഹവും രക്തസമ്മർദ്ദവും 100% കൺട്രോൾ ചെയ്തിരിക്കണം. ഭക്ഷണം കൊണ്ടും മരുന്ന് കൊണ്ടും ഡോക്ടറെ കണ്ടുകൊണ്ടും എപ്പോഴും അത് പെർഫെക്റ്റായി വെച്ചില്ലെങ്കിൽ കിഡ്നിക്ക് കേട് വരുമെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ കിഡ്നി കേട് വരുന്നത് എങ്ങനെ അറിയാമെന്ന് നിങ്ങൾ ചോദിക്കും. കിഡ്നി കേട് അറിയാൻ വളരെ പ്രയാസമാണ്. വെച്ചാൽ കിഡ്നി ഒരു സൈലൻറ്റ് കില്ലറാണ്. അതറിയാതെ മനുഷ്യനെ കൊന്നുകളയുന്ന ഒരു രോഗമാണ്. പക്ഷെ അതിൻ്റെ രോഗലക്ഷണങ്ങൾ വളരെ ചുരുക്കമാണ്. 50% കിഡ്നിക്ക് കേട് വന്നാലേ ശരീരത്തിൽ ഒരു രോഗത്തിൻ്റെ ലക്ഷണം ഉണ്ടാവുള്ളൂ. അപ്പം ചോദിക്കുക, എന്താ ലക്ഷണം?
പല ലക്ഷണങ്ങളുണ്ട്. ക്ഷീണം, തളർച്ച, വിളർച്ച, രക്തമില്ലായ്മ, പിന്നെ നടുവിൽ വേദന, മൂത്രമൊഴിക്കുമ്പോൾ കടച്ചിൽ, പുകച്ചിൽ, മുഖത്ത് ചെറിയ നീര്, കാല് ചെറിയ നീര്, ചിലപ്പം മൂത്രത്തിനൊരു ചുവപ്പ് നിറം, മൂത്രത്തിൽ പത, ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന ലക്ഷണം. അങ്ങനെ ലക്ഷണം ഉണ്ടെങ്കിൽ ഉടനടി ഡോക്ടറെ കണ്ടിട്ട് വിശദമായി പരിശോധിക്കണം. അപ്പോൾ എന്ത് പരിശോധന ചെയ്യണം? ഒരു സിമ്പിൾ ടെസ്റ്റാണ്. വെറും മൂത്ര പരിശോധന ചെയ്താൽ 90% വൃക്കരോഗങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് പുറമെ രക്തത്തിലുള്ള യൂറിയ, ക്രിയാറ്റിനൊക്കെ നോക്കിയാലും ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്താലും കിഡ്നി രോഗങ്ങളെപ്പറ്റി ശരിയായ ഒരു വിവരം നമുക്ക് കിട്ടും. അത് ഡോക്ടറെ കാണിച്ചിട്ട് അതിനനുസരിച്ച് മരുന്നെടുക്കും. ഇത് രോഗം വരുമ്പോഴല്ല, രോഗമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ. ശരിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രായപൂർത്തിയായ എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ യൂറിനും ബ്ലഡും ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കാരണവശാൽ അതിൽ കേടുണ്ടോ എന്ന് നോക്കി, ആ കേടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മരുന്നെടുത്താൽ വൃക്കകൾക്ക് കേട് വരാതിരിക്കും. ഇനി വൃക്കയ്ക്ക് കേടുണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ ഭയപ്പെടേണ്ട. അതിന് മരുന്നുകളുണ്ട്. ഡോക്ടറെ കണ്ട് സമീപിച്ച് ഡോക്ടർ നോക്കിക്കഴിഞ്ഞാൽ യൂറിനിൽ എന്താ കേട്, ബ്ലഡിൽ എന്താ കേട്, എന്തുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ചാൽ അതിന് മരുന്നെടുക്കാൻ പറ്റും. ഇനി അതും പോരാ, വൃക്കരോഗം മൂർച്ഛിച്ചെന്നിരിക്കട്ടെ, രോഗി വളരെ ബുദ്ധിമുട്ടിലാണ്, പ്രയാസമുണ്ട്, വിഷമമുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, നീര് വരുന്നുണ്ട്, അപ്പോൾ വീണ്ടും അതിന് മാർഗ്ഗമുണ്ട്. അതിന് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ രക്തം മെഷീനിൽ കൂടി ശുദ്ധിയാക്കേണ്ടി വരും, അല്ലെങ്കിൽ ഡയാലിസിസ് വേണ്ടി വരും. ചിലപ്പോൾ ഡോക്ടർ പറയും ഒരു കിഡ്നി തീരെ മോശമായിപ്പോയി, പുതിയൊരു കിഡ്നി വെച്ച് പിടിപ്പിക്കണം, ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അങ്ങനെ പറയും. അതൊക്കെ പറയുന്നത് വാസ്തവങ്ങളാണ്. നമ്മുടെ ശരീരം സൂക്ഷിക്കാനും ജീവൻ നിലനിർത്താനും അത് ആവശ്യമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ വൃക്കകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. കേട് വരാതിരിക്കാൻ നോക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ചുമതലയാണ്, ശരീരം സൂക്ഷിക്കാന്നുള്ളത്. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ചോദിക്കും. ധാരാളം വെള്ളം കുടിക്കുക, 2 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം ദിവസം. അമിതമായിട്ട് ദേഹത്തിന് വണ്ണം കൂടാൻ പാടില്ല, അമിതമായി ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, പുകവലി ഒക്കെ ഉപേക്ഷിക്കണം. പിന്നെ ആവശ്യമില്ലാതെ വേദന സംഹാര ഗുളികകൾ കഴിക്കരുത്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം. പിന്നെ പ്രമേഹവും രക്തസമ്മർദ്ദമുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 100% കൺട്രോൾ വേണം. മരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മരുന്ന് കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അത് നോർമലിൽ എത്തിക്കണം. എത്തിയെന്നില്ലെങ്കിൽ മരുന്നിൻ്റെ അളവ് കൂട്ടണം, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ രീതി മാറ്റണം. പിന്നെ വർഷത്തിലൊരിക്കലെങ്കിലും ഒരു മെഡിക്കൽ ചെക്കപ്പ് എടുക്കണം. ഇത്ര കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ വൃക്കകളെ നമുക്ക് സംരക്ഷിക്കാം. വൃക്കകൾ സംരക്ഷിച്ചാൽ വൃക്കകൾ നമ്മെ സംരക്ഷിക്കും. അതാണ് പ്രധാനം. നമുക്ക് അസുഖം വരാതെ വൃക്കകൾ നമ്മുടെ ശരീരത്തെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കും. വൃക്കരോഗത്തെ പറ്റി നിയന്ത്രിക്കേണ്ടത് വളരെ ആവശ്യമാണെന്ന് ലോകം മുഴുവൻ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ഈ വൃക്ക ദിനത്തിൽ എല്ലാവർക്കും ആരോഗ്യപരമായൊരു വൃക്കയും ആരോഗ്യപരമായ ജീവിത രീതിയും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ.